Good morning, students. Today we are going to the first class of our subject Design of Concrete Structures 1. Please note down the subject code CE303. Okay, before going to the portions, let me discuss what is design, what is concrete, and what is structure. Okay, coming to the word structure, this is the most common word, I think. Structure means any component that can bear load. Load എടുക്കാൻ പറ്റുന്ന ഏതൊരു കമ്പോണൻറ്റിനെയും we can say it as a structure. For example, നമുക്ക് പറയാം ഒരു ബിൽഡിങ് ലോഡ് എടുക്കുന്നുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ബീം ലോഡ് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ സ്ട്രക്ചറൽ എലമെൻറ്റ്. ദെൻ ബ്രിഡ്ജ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രക്ചർ. റീറ്റെയിനിങ് വാൾ എക്സാമ്പിളാണ്, റോഡ് എക്സാമ്പിളാണ്, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഹെലിയുടെയൊക്കെ ഒരു എക്സാമ്പിൾ. അങ്ങനെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് സ്ട്രക്ചറിന് പറയാം. ഓക്കെ, ബ്രിഡ്ജസ്. അപ്പോൾ അതിൽ തന്നെ അടുത്ത വേർഡാണ് കോൺക്രീറ്റ് എന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഇസ് കോൺക്രീറ്റ്. ഐ തിങ്ക് ദിസ് ഓൾസോ ഫെമിലർ ടു യു. പ്രീവിയസ് സെമസ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് കോൺക്രീറ്റ്. ഇറ്റ്സ് എ കോമ്പോസിറ്റ് മിക്സ്ചർ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് സിമെൻറ്റ് പ്ലസ് വാട്ടർ. ഓക്കെ, കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, സിമെൻറ്റ് ആൻഡ് വാട്ടറിൻ്റെ ഒരു കോമ്പോസിറ്റ് മിക്സ്ചറാണ് വാട്ട് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്. വൺ ഇസ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, ദ അതർ വൺ ഇസ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് പറയാം. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റും ഉണ്ട്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റും ഉണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കമ്പോണൻസ്, ദാറ്റ് ഈസ് കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, സിമെൻറ്റ് ആൻഡ് വാട്ടർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, there will be an additional member called reinforcement bar. Okay, that is PCC plus a bar will be introduced, or a reinforcement will be given. That is what is called reinforced cement concrete. Okay, now we have seen what is concrete, what is structure. ഇപ്പോൾ കോൺക്രീറ്റ് എന്താണെന്നും സ്ട്രക്ചർ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോൺക്രീറ്റ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, സിമെൻറ്റ്, ഇതിൻ്റെ മിക്സ്ചറിനെയാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് ഡിസൈൻ. ദിസ് ഫസ്റ്റ് വേർഡ് അല്ലേ, ആ സബ്ജക്റ്റിൻ്റെ ടൈറ്റിലായ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട്, ഐ തിങ്ക് മെനി ഓഫ് us ആർ ന്യൂ ടു ദി സബ്ജക്റ്റ് ഡിസൈൻ. ഇതുവരെ നമ്മൾ ഒരു ഡിസൈൻ സബ്ജക്റ്റിലോട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ പോയിട്ടില്ല. നമ്മളൊരു ഹാഫ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അല്ലേ, ഹാഫ് ഓഫ് ദ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ തേർഡ് ഇയറിൽ എത്തിയപ്പോൾ നമ്മൾ ഇതുവരെ ഡിസൈൻ എന്നൊരു സബ്ജക്റ്റ് കണ്ടിട്ടില്ല. വി ഹാവ് സീൻ വാട്ട് ഈസ് അനാലിസിസ് സബ്ജക്റ്റ്, സ്ട്രക്ചറൽ അനാലിസിസ് 1 കണ്ടിട്ടുണ്ട്. ബട്ട് ഡിസൈൻ ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ സീയിങ് ദ സബ്ജക്റ്റ് ഡിസൈൻ. Okay, in the upcoming semester also we are having design of concrete structures 2, then design of hydraulic structures, design of steel structures. Okay, we have many design subjects to come. About what is design? എന്താണ് ഡിസൈൻ എന്ന് പറയുന്നത്? വാട്ട് ഇസ് അനാലിസിസ്? അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇൻ ദ പ്രീവിയസ് സെമസ്റ്റർ വി ഹാവ് സീൻ വാട്ട് ഈസ് സ്ട്രക്ചറൽ അനാലിസിസ്. സ്ട്രക്ചറൽ അനാലിസിസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ലോഡ് ആക്ടിങ് ഓൺ ദ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് റിയാക്ഷൻ കോമ്പണൻസ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിലോട്ട് വരുന്ന ലോഡ്, അതിൽ ആ ലോഡ് കാരണം അവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ്, സ്ട്രെസ്, ബെൻഡിങ് മൊമെൻറ്റ്, ഡിഫ്ലക്ഷൻ, സ്ലോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു എൻ്റയർ സബ്ജക്റ്റ് ആയിരുന്നു സ്ട്രക്ചറൽ അനാലിസിസ് 1. ആൻഡ് നൗ ദിസ് ഇസ് ഡിസൈൻ. ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഇറക്ഷന് മുന്നേ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷന് മുന്നേ വി ഹാവ് ടു ക്രോസ് സെവറൽ സ്റ്റെപ്സ്. കുറേ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് പ്ലാൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ കംസ് ദ സ്ട്രക്ചറൽ കമ്പോണൻറ്റ്. നമ്മൾ ലോഡ് കണ്ടുപിടിക്കണം, ലോഡ് ഡിറ്റർമിനേഷൻ ഉണ്ട്, അനാലിസിസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേജ് ഡിസൈനിലോട്ട് വരുന്നത്. ആ ഡിസൈൻ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ് അനാലിസിസ് സ്റ്റെപ്പിൽ ഡിറ്റർമൈൻ ചെയ്ത ലോഡ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ഈ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ളൊരു സ്ട്രക്ചറിനെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ഡയമെൻഷൻസ്, ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് പ്ലസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ്, അത് ഏത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കണം, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇൻ ആസ് എൻ ഹോൾ ക്യാൻ സേ design is a process by which we determine the cross-sectional area of the element, or will determining the property of the constituent material, so that this structure or the new structure can withstand all the loads coming to it. Okay, in the analysis step we will be determining the load, bending moment, shear force, deflection, etc. In the next step, that is design step, based on this bending moment and shear force, we will be
defining or we will be creating a new structure. We are designing a structure, so its cross-sectional property, its material properties all are determined in this step, what's called design. അപ്പം ഡിസൈൻ എന്താണ്, കോൺക്രീറ്റ് എന്താണ്, സ്ട്രക്ചർ എന്താണ്, ഇത്രയും കാര്യങ്ങൾ കണ്ടു. Now we can see a one design of concrete structures one. Okay, of course we'll be having design of concrete structures two. One is an introduction to this course design. Here we'll be discussing the design of beam, column and slab, staircase. Okay, these are the four structural elements we are designing in this semester: beam, column, slab and column. But in the case of design of concrete structures too, we are going to design foundation, retaining wall, water tank, etc. Okay, I think this is clear to you all. And this entire design is based on a code. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്യും. ഈവൻ ഇഫ് വി ഫോർ എക്സാമ്പിൾ ഇഫ് യു കുക്കിംഗ്, ഫോർ കുക്കിംഗ് വി വിൽ റെഫർ ടു എ റെസിപ്പി അല്ലേ. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ റെസിപ്പി നോക്കും. അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്സിനെയാണ് കോഡ് എന്ന് പറയുന്നത്. കോഡ് എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ കാണും. അപ്പം കോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് IS 456/2000 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദീസ് ആർ ദ 6 ഔട്ട്കംസ് എക്സ്പെക്റ്റഡ് ഫ്രം ദിസ് കോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 6 മൊഡ്യൂളുകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് കൂടുതലായിട്ട് പഠിക്കുക. ഓക്കെ, വിൽ ബി സ്റ്റഡിങ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ. There are 3 methods of design: limit state method, working stress method, ultimate load method. And limit state method is one we are going to study throughout this semester. In the second module, we will be discussing shear reinforcement, anchorage development. In the third module, we will be discussing the different types of reinforced concrete beams. Fourth module, we will be dealing with one-way slab. And the fifth module is all about two-way slab. Last module is all about staircase and column. Okay, these are the reference textbook as per our university. I suggest you all to use this first book. Okay, this is the textbook we are usually using Plan Manor. We can also use Punmaya, and so many numerical problems are available in this Punmaya and Verghese. The next one we have to use IS 456 and SP 34. Okay, I'll be saying what all are these things. AS 875, AS 456, okay. This is the question paper pattern. I have already discussed this in the previous video. That's our introductory video. Anyway, we have 3 modules, 3 parts. The last part has got the highest weightage, that is 20 into 2, I think 40 marks. Then the other 2 modules constitute around 60 marks. Okay. This is the syllabus of first module. We can divide it into 2 parts. First half consists of introduction to the subject, about plain and reinforced concrete, their property, test, etc. Then objectives of design philosophies and all those things. The second part we will be discussing the limit state of collapse, and here also we are having numerical problems, that is analysis problems will be done later. Then we can start our portion, that's concrete. Let's begin with what is concrete. I have already said concrete is a mixture of fine aggregate, coarse aggregate, cement and water. This concrete is called plain cement concrete. This is what we have already studied. That's a combination of fine aggregate, coarse aggregate, water and cement. In addition to these components, if we are using a reinforcement bar, it is called reinforced cement concrete. Okay, നമുക്ക് 2 കോൺക്രീറ്റ് ഉണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റും ഉണ്ട്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റും ഉണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും സിമെൻറ്റും വാട്ടറും ആണ് യൂസ് ചെയ്യുക. റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ ഇതിനോട് കൂടെ നമ്മൾ ആരെ കൂടി യൂസ് ചെയ്യും, റീഇൻഫോഴ്സ്മെൻറ്റ് ബാറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം കോൺക്രീറ്റിൻ്റെ കൂടെ എന്തുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റ് ബാറും ഉണ്ട്. നെക്സ്റ്റ്, we know that concrete is strong in compression but weak in tension. അതായത് കോൺക്രീറ്റ് കംപ്രഷൻ ലോഡ് എടുക്കാൻ ഇറ്റ്സ് വെരി സ്ട്രോങ്. എന്താണ് കംപ്രഷൻ ആൻഡ് ടെൻഷൻ? കംപ്രഷൻ മീൻസ് ഇഫ് ദ ഫോഴ്സ് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ദ ബോഡി. ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കംപ്രഷൻ എന്ന് പറയും. ഇഫ് ദ ഫോഴ്സ് ഇസ് ആക്ടിങ് എവേ ഫ്രം ദ ബോഡി ഇറ്റ് ഈസ് കോൾഡ് ടെൻഷൻ.
ബോഡിയിൽ നിന്ന് പുറത്തോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റ് ഇറ്റ്സ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് ഇറ്റ് ഇസ് വീക്ക് ഇൻ ടെൻഷൻ. ഇറ്റ് കനോട്ട് ക്യാരി ടെൻഷൻ. Or else we can say the tensile strength is negligible or it's approximately 1/10 of its compressive strength. കോൺക്രീറ്റിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 1/10 ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നെഗ്ലിജിബിൾ എന്ന് തന്നെ പറയാൻ സാധിക്കും. ദെൻ അപ്പോൾ ഇങ്ങനെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺക്രീറ്റ് ഒറ്റയ്ക്ക് ഇട്ടാൽ മതിയോ? കോൺക്രീറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ദ സിറ്റുവേഷൻസ് വേർ വിത്ത് ദ സ്ട്രക്ചർ ഹൗ ടു ക്യാരി ടെൻസൈൽ ലോഡ്. അതായത് ടെൻസൈൽ ലോഡ് ക്യാരി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ കോൺക്രീറ്റ് ഒറ്റയ്ക്ക് നിന്നാൽ പോരാ, കൂടി ഒന്നും കൂടി വേണം, ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ബാറും കൂടി വേണം. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ ദ ടോപ്പ് പോർഷൻ when we are applying a load, the top portion experiences a compression load and the bottom portion experiences a tensile load. ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എന്തുകൂടി വേണം? ഇവിടെ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ടെൻഷൻ, ബോട്ടത്തിൽ വരുന്ന ടെൻഷൻ ക്യാൻ ബി വിത്ത്സ്റ്റാൻഡ്. ഓക്കെ, next comes what is reinforcement in concrete. As I have already said, it's addition of reinforcement bar to PCC. Okay, in short we can say reinforcement RCC is what? RCC is PCC plus a reinforcement bar. PCC-നോട് കൂടെ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ബാറും കൂടെ എംബഡ് ചെയ്യുകയാണെങ്കിൽ അതിന് RCC എന്ന് പറയും. ഇപ്പോൾ ഈ ബീമിൽ നിങ്ങൾക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ റെഡ് കളറിൽ കാണാം. ആ റീഎൻഫോഴ്സ്മെൻറ്റ് ബാറാണ് അവിടെ വരുന്ന ടെൻഷൻ ലോഡുകളെല്ലാം ക്യാരി ചെയ്യുന്നത്. ഓൾ ദ ടെൻഷൻ ലോഡ്സ് ആർ ക്യാരിഡ് ബൈ ദ റീഎൻഫോഴ്സ്മെൻറ്റ് ബാർസ്. Okay, we can see we have seen already what is concrete, what is reinforcement bar. Next, in detail we can study what are the properties of concrete. എന്തൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടികളെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഇസ് ഡെസിഗ്നേറ്റഡ് ബൈ M20, M25, M30, etc. Then comes the compressive strength. Okay, what is compressive strength? അതായത് നമ്മളൊരു കോൺക്രീറ്റ് ക്യൂബിലോട്ട് കംപ്രഷൻ ലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റീനെയാണ് എന്താണെന്ന് പറയുക? കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുക. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് ഇപ്പോൾ നമ്മൾ M20 കോൺക്രീറ്റ് എടുത്തിട്ട് വി ആർ മിക്സിങ് M20 കോൺക്രീറ്റ് ആൻഡ് വിൽ ബി ടേക്കിംഗ് 5 ക്യൂബ്സ് ഫ്രം ദിസ് M20 ഗ്രേഡ് കോൺക്രീറ്റ്. 5 ക്യൂബ്സ് കാസ്റ്റ് ചെയ്ത് 28 days ക്യൂറിങ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഒബ്റ്റൈനിങ് 5 ഡിഫറെൻറ്റ് വാല്യൂസ്. 5 വാല്യൂസും ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വൈ ഇറ്റ്സ് ലൈക്ക് ദറ്റ്? വൈ ദ വാല്യൂസ് ആർ ഡിഫറെൻറ്റ്? വൈ ദർ എക്സിസ്റ്റ് എ ചാൻസ് ഫോർ എ ഡിഫറെൻറ്റ് വാല്യൂ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു കോൺക്രീറ്റ് നമ്മൾ ചിന്തിക്കുക, കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും സിമെൻറ്റും വാട്ടറും ഉള്ളൊരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ല, ഇറ്റ്സ് എ കോമ്പോസിറ്റ് മിക്സ്ചർ അല്ലേ? അതിൽ കോമ്പോസിഷൻ യൂണിഫോം ആവണമെന്നില്ല. ഒരു സാമ്പിൾ എടുത്താൽ ദ അതർ സാമ്പിളിലും ഒരേ എമൗണ്ട് ഓഫ് സിമെൻറ്റ് കോഴ്സ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് ആവണമെന്നില്ല. ഒരു ഇതെന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ അല്ല. അതുകൊണ്ട് തന്നെ 5 ക്യൂബ് എടുത്താൽ 5 ഡിഫറെൻറ്റ് ക്യൂബ്സ് വിൽ ഷോ ഓൺലി 5 ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വേരിയേഷനെ നമ്മൾ ഡിസൈനിലോട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വാല്യൂ ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദ ഡെഫിനിഷൻ ഇസ് ഗിവൺ ഹിയർ. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ വാല്യൂ ഓഫ് ദ സ്ട്രെങ്ത് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫെയിൽ. ഓക്കെ, ഐ വിൽ ബി എക്സ്പ്ലെയിൻ ദിസ് ലേറ്റർ. അത് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് വിൽ ബി സ്റ്റഡീഡ് ഇൻ ദ ലേറ്റർ ഓൺ ക്ലാസ്സസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെൻസൈൽ സ്ട്രെങ്ത്. ടെൻസൈൽ സ്ട്രെങ്ത് എന്താണെന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നതും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഒരു ഇക്വേഷനായിട്ടാണ് നമുക്ക് കിട്ടുക. 0.7 √FCK എന്നുള്ളൊരു ഇക്വേഷൻ. ദെൻ അത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്പ്ലിറ്റ് സിലിണ്ടർ ടെസ്റ്റ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഇസ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ആൻഡ് ക്രീപ്പ്. എന്താണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്? ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് ദ ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ഡീക്കേ. ആൻഡ് ക്രീപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് അതായത് സസ്റ്റൈനിൽ ലോഡ് വരുമ്പം അതിനെ ക്യാരി ചെയ്യാനുള്ള അതിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അതായത് സസ്റ്റെയിൻ ചെയ്ത് കുറേ കാലങ്ങൾക്ക് ഇരുന്ന് ലോഡ് ആഫ്റ്റർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ലോഡ്, ദാറ്റ് സസ്റ്റെയിൻ ലോഡ് ദർ റിക്വയർസ് സം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ക്രീപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ മെയിൻ പറയാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഇനിയുണ്ട്. അപ്പോൾ ഗ്രേഡ്, കോംപ്രസീവ് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി ആൻഡ് ക്രീപ്പ്. നെക്സ്റ്റ് ഇസ് shrinkage, the property of diminishing volume.
ഓക്കെ, ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ഷ്രിങ്കേജ്. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ്, ഫ്രഷ് കോൺക്രീറ്റും ഹാർഡ് ആൻഡ് കോൺക്രീറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു കമ്പയർ എ ഫ്രഷ് കോൺക്രീറ്റ് ആൻഡ് എ ഹാർഡ് ആൻഡ് കോൺക്രീറ്റ്, ദർ വിൽ ബി എ റിഡക്ഷൻ ഇൻ വോളിയം റിഡ്യൂസ് ചെയ്യും. ദർ ചാൻസസ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ കൊടുത്ത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒരു ഷ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ ആ ഷ്രിങ്കേജ് ഇസ് അനദർ പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് കംസ് യൂണിറ്റ് വെയിറ്റ്. ഷ്രിങ്കേജ്, ദെൻ യൂണിറ്റ് വെയിറ്റ്. യൂണിറ്റ് വെയിറ്റ് PCC ആണെങ്കിൽ 24 kN/m³, RCC ആണെങ്കിൽ 25 kN/m³ ആണ് അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. റിമെമ്പർ ദിസ് വാല്യൂ. ഈ വാല്യൂ ആണ് നമ്മൾ ത്രൂ ഔട്ട് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, സോ യു ഹാവ് ടു നോട്ട് ഡൗൺ ദീസ് വാല്യൂസ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC എന്ന് പറയുന്നത് 25 kN/m³ ആണ്. നെക്സ്റ്റ് ഇസ് ഫയർ റെസിസ്റ്റൻറ്റ്. വി നോ ദാറ്റ് ഓഫ് കോഴ്സ് കോൺക്രീറ്റ് ഇസ് ഫയർ റെസിസ്റ്റൻറ്റ്. ദെൻ തെർമൽ ആൻഡ് അക്കോസ്റ്റിക് ഇൻസുലേഷൻ ആൻഡ് ഇമ്പാക്ട് റെസിസ്റ്റൻസ്. ഇതൊക്കെ ഓൾറെഡി വി ഹാവ് സീൻ ഇൻ അവർ ലോവർ സെമസ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് കംസ് ദ പോയ്സൺസ് റേഷ്യോ. എന്താണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓറൽസ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഇത് ലെങ്ത്ത് വൈസ് തന്നെ ഇൻക്രിമെൻ്റ് ഉണ്ടാവുകയും ക്രോസ് സെക്ഷനിൽ അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അല്ലെ, ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യും, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റിനാണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ അറൗണ്ട് 0.1 to 0.2 അറൗണ്ട് ആ റേഞ്ചിലാണ് വരിക. ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ യങ്സ് മോഡുലസ് E എന്ന് പറയുന്നത് ഇസ് റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. അല്ലെ, സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ സ്ലോപ്പിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇസ് അനദർ ഫങ്ഷൻ ഓഫ് FCK. 5000√FCK ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദർ ആർ വേരിയസ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. പല ഗ്രേഡുകളുണ്ട്. എന്തിന് ബേസ് ചെയ്തിട്ട്? പ്രൊപ്പോർഷന് ബേസ് ചെയ്ത്. These all things have been dealt in the previous semesters. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ദെൻ വേരിയസ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കർവാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ വി ക്യാൻ സി 0.002 ഓൾമോസ്റ്റ് ഈ ഒരു പോർഷൻ വരെ അപ് ടു 0.002 സ്ട്രെയിൻ റിമീൻസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ആർ ലീനിയർ ടു ആൻ എക്സ്റ്റെൻറ്റ് ഫെയർലി ഒരു ലീനിയർ കർവാണ് കിട്ടുക. ദെൻ 0.003 എത്തുമ്പോഴത്തേനും എല്ലാ കർവും അതിൻ്റെ മാക്സിമത്തിലോട്ട് എത്തുന്നുണ്ട്. ആൻഡ് 0.004 എത്തുമ്പോൾ കർവ് ഫെയിൽ ആവുന്നതാണ് കാണുന്നത്. സോ അപ് ടു 0.002 the curve is fairly linear and almost the maximum stress is reached around 0.003 and towards 0.004 the curve fails. Then we can see M20. What is M and 20? M stands for mix. M എന്ന് പറയുന്നത് എന്താണ്? മിക്സിനെയാണ് കാണിക്കുക. എന്നാൽ 20 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. 20 ഡിനോട്ട്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആഫ്റ്റർ 28 days. അതായത് 28 ദിവസം കഴിഞ്ഞ് കോൺക്രീറ്റിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്താൽ അവിടെ കാണുന്ന ആ സ്ട്രെങ്ത് ആണ് ഈ പറയുന്നത്. നമ്മൾ M25 എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ 28 days സ്ട്രെങ്ത് എന്ന് പറയുന്നത് 25 ആണ് അതിൻ്റെ വാല്യൂ. 25 Nm/mm² ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ. അപ്പോൾ കോൺക്രീറ്റ് എന്താണെന്ന് കണ്ടു. കോൺക്രീറ്റിൽ ഇനി വരുന്നത് ടെസ്റ്റുകളായിരുന്നു. ടെസ്റ്റൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് ഹോംവർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ കണ്ടു. നെക്സ്റ്റ് ഇസ് റീഎൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അഡീഷൻ ടു PCC അല്ലേ. ഓക്കെ, വി ആർ മെയിൻലി യൂസിങ് സ്റ്റീൽ ആസ് എ റീഎൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയൽ. വൈ വി ആർ യൂസിങ് സ്റ്റീൽ? The one first reason is that coefficient of thermal expansion for steel and concrete are always almost a same value. അതായത് സെയിം വാല്യൂ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഉള്ളത്. ദാറ്റ് ഈസ് അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് ഓഫ് തെർമൽ സ്ട്രെസ്സസിന് ഉള്ളൊരു ചാൻസ് ഉണ്ട്. സെയിം വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ചാൻസസ് ഓഫ് തെർമൽ സ്ട്രെസ് കുറവാണ്. അടുത്ത ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 100 yearsനേക്കാൾ കൂടുതലാണ്. ആർക്ക്? സ്റ്റീലിന്. അതുപോലെ സ്റ്റീൽ എന്ന് പറയുന്നത് ടെൻഷനും എടുക്കും കംപ്രഷനും എടുക്കും. കോൺക്രീറ്റ് ആണെങ്കിൽ കംപ്രഷൻ മാത്രമേ എടുക്കുകയുള്ളൂ. സ്റ്റീലാണെങ്കിൽ ടെൻഷനും കംപ്രഷനും എടുക്കും. അതുപോലെ തന്നെ സ്റ്റീൽ എന്ന് പറയുന്നത് റീയൂസബിൾ ആണ്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് പിന്നെ അതുകൂടാണ്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് സ്റ്റീലിന്. ഇറ്റ് ഇസ് ഹൈലി ഡക്റ്റൈലാണ്. എന്താണ് ഡക്റ്റിലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയർസ്. ഇറ്റ്സ് ഓൾസോ എ ഡെഫിനേഷൻ. അതിന് കൂടെ ഞാനൊരു അഡീഷണൽ ഡെഫിനേഷനും കൂടെ തരാം. It's a property. Ductility is a property by virtue of which a material shows large amount of deformation prior to
ഫെയിലിയറിന് മുന്നായിട്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ഷോ ചെയ്യുകയാണെങ്കിൽ സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയും. ഫെയിലിയറിന് തൊട്ട് മുന്നേ ലാർജ് എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ, നമുക്കൊരു വാർണിംഗ് സിഗ്നൽ പോലെ അല്ലേ, നേരത്തെ ഫെയിൽ ആവുന്നുള്ള ഒരു സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ. അതായത് കോൺക്രീറ്റ് ഓൾ ഓഫ് എ സഡൻ ഫെയിൽ ആവുന്നു, സ്റ്റീലാണെങ്കിൽ പതുക്കെ ഗ്രാജുവലി അത് സിംറ്റംസ് ഒക്കെ കാണിച്ചിട്ട് പതുക്കെയാണ് ഫെയിൽ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ സ്റ്റീലിനുള്ളത് കൊണ്ടാണ് സ്റ്റീൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയലായിട്ട് സ്റ്റീൽ ഇസ് യൂസ്ഡ് ആസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയൽ. Then these all are the properties of steel similar to what I have discussed in the previous slide. High tensile stress and thermal coefficient of expansion, long and durable life. So all we have seen. നമ്മൾ കണ്ട കാര്യങ്ങളായിരുന്നു അതെല്ലാം. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് സ്റ്റീൽ. ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ? നമുക്ക് സ്റ്റീൽ ബാറുകളായിട്ടും വയേഴ്സായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. സ്റ്റീൽ ബാറുകളുണ്ട്, വയറുണ്ട്. സ്റ്റീൽ ബാർ എന്ന് പറയുമ്പം Fe250 ഗ്രേഡ് ഉണ്ട്, 415 ഉണ്ട്, ദെൻ 500, ഇത്രയും ഇതാണുള്ളത്. അതിൽ 250 എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ Fe415 500 ആണ് HYST ബാർ. HYST ബാർ മീൻസ് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ. ഡീഫോർമേഷൻസ് ഉള്ള ബാറാണ് മറ്റേത് പറയുന്നത്. അതായത് മൈൽഡ് സ്റ്റീൽ ഇസ് പ്ലെയിൻ ബാർ, വേറെ HYST ബാർ എന്ന് പറയുന്നത് ഡീഫോർമേഷൻ ഉള്ള ബാറുകളാണ്. ദെൻ കംസ് ദ സ്റ്റീൽ ഫാബ്രിക് വയേഴ്സ്. ബട്ട് നമ്മൾ ഡിസൈനിൽ മെയിനായിട്ട് ഈ രണ്ട് ആൾക്കാരെയാണ് യൂസ് ചെയ്യുക. Okay, for the purpose of design, we will be using Fe250, Fe415, and Fe500 grade of steel. But then 250 means its yield strength. Fy, yield strength ആണ് Fy നെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Then comes the next thing is bar diameter. നമ്മൾ ബാറിൻ്റെ ഡയമീറ്റർ കൂടി കൺസിഡർ ചെയ്യണം. ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് എല്ലാ ഡയമീറ്ററിലുള്ള ബാറും അവൈലബിൾ അല്ല ഇൻ മാർക്കറ്റ്. ഓക്കെ, 6 അവൈലബിൾ ആണ്, 8, 10, 12, 16, 20, 25, 28 ആൻഡ് 32. ഈ ഡയമീറ്റേഴ്സ് ഉള്ള ബാറുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഡിസൈൻ ചെയ്യുമ്പോഴും ഈ ഡയമീറ്ററിലുള്ള ബാർക്ക് തന്നെ ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്യാം. ബാർ ഡയമീറ്ററിനെ ഡിഫൈൻ ചെയ്യാൻ മീൻസ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് 5. ഓക്കെ, 5 എന്ന് തന്നെ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതുപോലെ ഇപ്പം 2 നമ്പേഴ്സ് ഓഫ് ബാർ, 2 നമ്പർ ബാർസ് ഓഫ് 10 mm ഡയമീറ്റർ എന്നാണെങ്കിൽ 2 numbers 10 diameter എന്ന് ഡിനോട്ട് ചെയ്യും. Next comes the stress strain curve of mild steel. You all are familiar with this, so I think there's no need of much explanation. Anyway, we can say a point A. Up to point A, the stress and strain curve are linear അല്ലെങ്കിൽ proportional ആണെന്ന് പറയാം. Or the ratio of stress to strain gives Young's modulus. ആ ഒരു റീജിയൻ ആണ് ആ ഒരു പോയിന്റ് എ ആണ് പ്രൊപ്പോർഷണൽ ടു ലിമിറ്റ്. ദെൻ യു ക്യാൻ സീ ദ പോയിന്റ് ബി. ബി ഇസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് അവിടെ വരെ അപ് ടു ദ പോയിന്റ് ബി ദ മെറ്റീരിയൽ എക്സിബിറ്റ്സ് ആ എലാസ്റ്റിക് ക്യാരക്ടർ. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ മൈൽഡ് സ്റ്റീൽ ബി എന്ന പോയിന്റ് വരെ എലാസ്റ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. അതായത് നമ്മൾ ഇഫ് യു ആർ റിലീസിങ് ദ ലോഡ് ദ മെറ്റീരിയൽ റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അതിനാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനൽ പ്രോപ്പർട്ടിയിലോട്ട് തിരിച്ചെത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എലാസ്റ്റിസിറ്റി. അപ്പോൾ ബി എന്ന പോയിന്റ് വരെയാണ് നമുക്ക് എലാസ്റ്റിക് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ദെൻ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സോണായി. അവിടെ അപ്പർ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പർ ഈൽഡ് പോയിന്റ് ഉണ്ട്, ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ട്. അതിൽ ലോവർ ഈൽഡ് പോയിന്റ് ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യാം, ഡിസൈന് യൂസ് ചെയ്യുന്ന Fy എന്ന് പറയുന്നത്. ദെൻ കംസ് എഫ് ആൻഡ് ഇ. ഇ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്, അതാണ് മാക്സിമം സ്ട്രെസ് തന്നെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. എഫ് എന്ന് പറയുന്നതിൻ്റെ ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ഇതെല്ലാം നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ പഠിച്ച കാര്യമാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് MOSലൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തരാം. നെക്സ്റ്റ് കംസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് വേരിയസ് ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ. ഓക്കെ, നമുക്ക് Fe215 നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. അതുപോലെ Fe415 500 ഉണ്ട്. Fe415 500 പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ് ആയതുകൊണ്ട് നമുക്ക് ഡെഫിനിറ്റ് ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, അപ്പർ ഈൽഡ് പോയിന്റ് ഒന്നും ഡിഫൈൻ ചെയ്ത് കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഒറിജിനലിൽ നിന്ന് 0.002 മാറിയിട്ട് 0.002 ദാറ്റ് ഇസ് 0.2% മാറിയിട്ട് എന്താ പറയുക സ്ട്രെസ് സ്ട്രെയിൻ കർവിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. കണ്ടോ, ഇവിടെ ഒരു ലൈൻ പാരലായിട്ട് വരച്ചു. സ്ട്രെസ് സ്ട്രെയിൻ കർവിന് പാരലായിട്ട് 0.02% എന്ന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ അത് സ്ട്രെസ്സിൽ ചെന്ന് മീറ്റ് ചെയ്യും. ആ സ്ട്രെസ്സിന് നമ്മൾ പ്രൂഫ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഇതാണ് പ്രൂഫ് സ്ട്രെയിൻ, പ്രൂഫ് സ്ട്രെസ്. അപ്പോൾ ആ ഒരു
പ്രൂഫ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈൽഡ് സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഏത് HYST ബാറിൻ്റെ കേസിൽ മാത്രമാണ് ഈ പ്രൂഫ് സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. Then comes the difference between PCC and RCC. എന്തൊക്കെയായിരുന്നു ഡിഫറൻസ്? PCCൻ്റെ ഇൻഗ്രീഡിയൻറ്റും RCCൻ്റെ ഇൻഗ്രീഡിയൻറ്റും എന്തുവാ? PCCയിൽ ചീഫ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സിമെൻറ്റ്, അഗ്രഗേറ്റ്, വാട്ടർ. ഓക്കെ, അപ്പം PCCയിലുള്ളത് എന്തൊക്കെയായിരുന്നു? ഫൈൻ അഗ്രഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും സിമെൻറ്റും വാട്ടറുമാണ്. RCC ആകുമ്പോൾ അഡീഷണലായിട്ട് ഒന്നും കൂടെ വരും, റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ വരും. PCC ആണെങ്കിൽ കംപ്രഷൻ മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം RCC ആണെങ്കിൽ ടെൻഷനും കൂടെ എടുക്കാം. ദെൻ ഗ്രേഡുകൾ നോക്കാം. PCC M15 വരെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതേസമയം RCC ആണെങ്കിൽ M20 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ദെൻ ഫ്ലോറിംഗ് പോലെയുള്ള ലൈറ്റ് വർക്കുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, PCC യൂസ് ചെയ്യുക. മറ്റ് all other load bearing structures will be using RCC. Then unit weight difference. Okay, difference in constituents, then the load that can be carried, grade, then where it is used, and what is the unit weight. These are the main 5 differences between RCC and PCC.